എല്ലാവർക്കും വൈഡ് സോൺ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് ഒരു റയൽ മാഡ്രിഡ് സാബി ഡിപ്പാർച്ചറാണ്. അപ്പോൾ ഈ ഒരു അടുത്ത് വന്നിട്ടുള്ള അല്ലാന്നുണ്ടെങ്കിൽ ഈ 26 വന്നിട്ടുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് ന്യൂസ് ആണ്, ഈ ഒരു ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ന്യൂസ് ആണ് ഈ ഒരു സാബി റയൽ മാഡ്രിഡിൽ നിന്ന് പടിയിറങ്ങി എന്നുള്ളത്. അപ്പോൾ ഇതൊരു വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോർട്ടായിട്ട് ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാബി ഈ ഒരു മെയ് അവസാനത്തേക്കാണ് ഈ റയൽ മാഡ്രിഡിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ആദ്യം ഒരു അരങ്ങേറുന്ന ഒരു മത്സരം എന്ന് പറയുന്നത് ക്ലബ് വേൾഡ് കപ്പ് ആയിരുന്നു. അപ്പോൾ ഈ ക്ലബ് വേൾഡ് കപ്പിൽ നല്ലൊരു റണ്ണൊക്കെ നടത്തിയ ഒരു PSG മുന്നിൽ 4-0 എന്നുള്ള സ്കോറിന് വഴങ്ങുകയാണ്. അതിനുശേഷം നമ്മൾ നല്ലൊരു മേജർ ലോസ്, അതിനുശേഷം സാബി തോറ്റൊരു കളി എന്ന് പറയുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെയാണ്. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ 5-0 എന്നുള്ളൊരു മാർജിനിലാണ്, 5-2 എന്നൊരു മാർജിനിലാണ് ഈ ഒരു റയൽ മാഡ്രിഡ് പരാജയപ്പെട്ടത്. അതിനുശേഷം നമ്മൾ ഒരു എൽ ക്ലാസിക്കോ വന്നു. എൽ ക്ലാസിക്കോയിൽ 1-0 ആ ഒരു ഇതിൽ ഒരു കഷ്ടിച്ച് റയൽ ആ ഒരു മത്സരം ജയിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ട ഒരു മത്സരം, ഒരു ബിഗ് മാച്ച് എന്ന് പറയുന്നത് ലിവർപൂളിനെതിരെയാണ്. ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ ലിവർപൂളിനോട് കളിക്കാൻ പോകുന്ന ആ ടൈം വെച്ച് നോക്കുമ്പോൾ ലിവർപൂൾ പക്ക ഡൗണിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആ ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ആൻഫീൽഡിൽ വെച്ചിട്ട് ഈ ഒരു റയൽ 1-0 എന്നുള്ള മാർജിനിൽ അവിടെ പരാജയപ്പെടുത്തുക. അതിനുശേഷം റയൽ കളിച്ചിട്ടുള്ള പറയുന്നത് ഒരു ബിഗ് മാച്ച് എന്ന് പറയുന്നത് സിറ്റിക്കെതിരെയാണ്. സിറ്റിക്കെതിരെ ബെർണാബ്യൂവിൽ വെച്ചിട്ട് നല്ലൊരു ഹോപ്പ് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിലും അവിടെയും റയൽ പരാജയപ്പെടുകയാണ്. പിന്നെ നമ്മൾ അവസാനമായിട്ടൊരു മേജർ ലോസ് കണ്ടത് ഈ ഒരു എൽ ക്ലാസിക്കോ ഫൈനലിൽ വെച്ചിട്ടാണ്, അതായത് സൂപ്പർ കോപ്പ ഡി എസ്പാനന്റെ ഫൈനലിൽ വെച്ചിട്ടാണ്. അതാണ് സാബിന്റെ കരിയറിലെ അവസാനത്തെ റയൽ മാഡ്രിഡ് മാച്ച് എന്ന് പറയുന്നത്, ആസ് എ മാനേജർ എന്ന് പറയുന്നത്. അത് 3-2 പരാജയപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാന്നുള്ളത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒന്നാമത് പല ആളുകളും പറയുന്ന സംഭവമാണ് 70 വിന്നിംഗ് % ഉള്ള ഒരു മാനേജറിനെ എന്തുകൊണ്ടാണ് റയൽ ഇങ്ങനെ പടിയിറക്കി വിട്ടത്. അതായത് റയൽ സാക്ക് ചെയ്തതല്ല സാബിനെ, മറിച്ച് സാബി സ്വമേധയായ ഒരു ഡിസിഷൻ എടുത്ത അതിനെ കുറിച്ചുള്ള കാര്യം നമുക്ക് പറയാം. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാന്നുണ്ടെങ്കിൽ അതിനൊരു റിപ്ലൈ ആണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. അതായത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാച്ചസ് ഒക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ബിഗ് ക്ലബിനെതിരെയൊക്കെയുള്ള മാച്ചസ് റയൽ തോൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ നമ്മൾ ഈ ഒരു എൽ ക്ലാസിക്കോ ഒരു കളി ജയിച്ചെന്നുണ്ടെങ്കിലും അത് ബെർണാബ്യൂവിൽ വെച്ചിട്ട് നടന്നിട്ട് പോലും നമുക്ക് ഒരു ഗോളിന്റെ ലീഡ് അവിടെ നേടാൻ കഴിഞ്ഞിട്ടുള്ളൂ. അവിടെ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ അവിടെ മാറ്റി വെക്കാം. അപ്പോൾ ഈ ഒരു അണ്ടർ സാബി അലോൺസോന്റെ ഈ ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു PSG തോറ്റു, ആ ഒരു അത്ലറ്റിക്കോ മാഡ്രിഡ്, ഈ ഒരു ലിവർപൂള്, സിറ്റി, ഇതിനൊക്കെ ഇതിൽ. അപ്പോൾ ഞാൻ ഈ ഒരു മാച്ചസിനൊക്കെ അതിനുശേഷം ആ ഒരു റിവ്യൂ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഇതിലൊക്കെ ഞാൻ നിങ്ങളോട് ഈ ഒരു വശം, സാബിന്റെ ഈ ഒരു വശം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ സാബി റയൽ വിടാനുള്ള കാരണം അതല്ല. അതായിരുന്നുണ്ടെങ്കിൽ സാബി റയൽ വിടാനുള്ള കാരണം ഇതാകണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വരണം, റയൽ സാബിനെ സാക്ക് ചെയ്യണം. പക്ഷെ റയൽ സാബിനെ സാക്ക് ചെയ്തതല്ല, സാബി സ്വമേധയാ ആ ഒരു ലീവ് ചെയ്തിട്ടാണ്. അതിനുള്ള കാരണം എന്താണ് നമ്മൾ നോക്കുന്നത്. റയൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ റയൽ ഈ ഒരു ആ ഒരു ഐക്കോണിക് എറന് ശേഷം, അതായത് 2018 ശേഷം 2019-20 കാലഘട്ടത്തേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ റയലിന്റെ ഒരു ഡൗൺഫാൾ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷമാണ് ഈ ഒരു ആൻസലോട്ടി റയലിലേക്ക് വരുന്നതും. അവിടെ വിനീഷ്യസ് ജൂനിയർ, റോഡ്രിഗോ ഒക്കെ ഇങ്ങനത്തെ യങ്സ്റ്റേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ വിനീഷ്യസ് ജൂനിയർ എന്നൊക്കെ പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ വിനീഷ്യസ് ജൂനിയർ ഒക്കെ ഇത്തരത്തിലുള്ളൊരു സൂപ്പർ സ്റ്റാർ ആകും എന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല എന്ന് പറയും. അത്രയും അതായത് നല്ല രീതിയിൽ ഡ്രിബിൾ ചെയ്ത് പോകുന്ന ഒരു പ്ലെയറൊക്കെ തന്നെയാണ് അന്നും വിനീഷ്യസ്. പക്ഷെ അപ്പോഴും വിനീഷ്യസിന് നല്ല രീതിയിലൊരു ഗോൾ കോൺട്രിബ്യൂഷൻ, അതായത് ഒരു ഫിനിഷിങ് എബിലിറ്റി ഒന്നും വലിയ രീതിയിൽ ഇല്ലായിരുന്നു. പക്ഷെ ആൻസലോട്ടി റയലിലേക്ക് വന്നതിന് ശേഷമാണ് വിനീഷ്യസ് ജൂനിയറൊക്കെ അങ്ങനെ പൊങ്ങി വരുന്നത്, ആ ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത്. അങ്ങനെ ആൻസലോട്ടി റയലിന് ആ ഒരു ഡൗൺഫാളിലേക്ക് പോയി എന്ന് പല ആൾക്കാരും കുറിപ്പിട്ട് എഴുതി വെച്ച, അത്രയും ആ ഷെരീഫിനോടൊക്കെ തോറ്റ സീസൺ ആണെങ്കിൽ പോലും അവിടെ പോയി ചാമ്പ്യൻസ് ലീഗ് നേടി, ലാ ലീഗ് അടിച്ചു. അങ്ങനെ ഒരു നല്ലൊരു മികച്ചൊരു കംബാക്ക് റയലിന് സാധ്യമായി എന്നുള്ളതാണ്. അതിനുശേഷം നമ്മൾ ആൻസലോട്ടിന്റെ അണ്ടറിൽ വീണ്ടും ചാമ്പ്യൻസ് ലീഗ് അടിക്കുന്ന കണ്ടു. അപ്പം ബെല്ലിംഗാമും റോഡ്രിഗോയും ഈ ഒരു കാലഘട്ടത്തിലൊക്കെ, ഈ ഒരു വാൽവർദി ആണെന്നുണ്ടെങ്കിലും ബെല്ലിംഗാം ആണെന്നുണ്ടെങ്കിലും, ബെല്ലിംഗാം 2023 റയലിലേക്ക് വരുന്നത്, റോഡ്രിഗോ ആണെങ്കിലും വിനീഷ്യസ് ആണെന്നുണ്ടെങ്കിലും ഇവരൊക്കെ ആ ഒരു നല്ല രീതിയിൽ സ്റ്റാർ വാല്യൂ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ വരുന്ന കാണാം. അപ്പോൾ അത്രയും സ്റ്റാർ വാല്യൂ ഉള്ള പ്ലേയേഴ്സ് ആണ്. പിന്നെ ഈ ഒരു സാബി അലോൺസോ റയലിലേക്ക് വന്നപ്പോഴേക്കും എന്താണ്, ഈ ഒരു എംബാപ്പയും ഈ ഒരു സ്ക്വാഡിലുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു ഹ്യൂജ് സ്ക്വാഡാണ്. പക്ഷെ കഴിഞ്ഞ സീസണിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ആൻസലോട്ടി പറയുന്ന മിക്ക കാര്യങ്ങളൊക്കെ പ്ലേയേഴ്സ് അംഗീകരിച്ചിരുന്നു. ആ ഒരു ആൻസലോട്ടിന്റെ മാനേജ്മെന്റ് സ്കില്ല് നമുക്കറിയാം, അവിടെ ആ ഒരു ഇതൊക്കെ വർക്കായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. പക്ഷെ
ഈ ഒരു സീസണിലേക്ക് വരുമ്പോൾ പല സാഹചര്യത്തിലും നമുക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടാവും സാബി പറയുന്നൊന്നും ഞങ്ങൾ കേൾക്കണില്ല എന്നുള്ളത്. അപ്പോൾ അതിന് പ്രോപ്പർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു കോപ്പ ഡി എസ് ബാനൻ്റെ ഫൈനലിൻ്റെ ലാസ്റ്റ് സ്റ്റേജസ് കണ്ടാൽ മതി. ആ ഒരു സാബി ആ ഒരു ക്ലിപ്സൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ്, അതൊക്കെ തന്നെയാണ് ഈ ഒരു സാബി റയൽ വിടാനുള്ള കാരണം. കുറേ സാബി പിടിച്ചു നിന്നിട്ടുണ്ടാവും, പക്ഷെ അവസാനം ഇവര് നടക്കൂല എന്ന് കണ്ടവള സാബി റയൽ വിട്ടുക. അപ്പം ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സാബിക്ക് ചിലപ്പോൾ അടുത്ത സീസണിൽ വരെ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ടാവും. അടുത്ത സീസണിൽ ഒരു ഡിസംബർ ജനുവരി, അതായത് 2026 ജനുവരി 2027 ജനുവരി വരെ ഒരു കാലഘട്ടം ഈ ഒരു സാബിക്ക് കിട്ടണ്ടേ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അടുത്ത സീസൺ എന്തായാലും സാബിക്ക് ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളത്. അതിനുശേഷം അത് അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റ അടിക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സാബിക്ക് സാക്ക് കിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ സാബിനെ സാക്ക് ചെയ്തിട്ടില്ല, ഇവിടെ സാബി സ്വയം ലീവ് ചെയ്തിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കാം. അപ്പം ഇനിയിപ്പോൾ ആരാണ് ഈ സാബിക്ക് പകരം വന്നിട്ടുള്ള ഇന്ററിം മാനേജർ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആർബിയോളയാണ്. അപ്പൊ ആർബിയോള വന്നിട്ടുള്ള ആദ്യ മത്സരം തന്നെ നമ്മൾ കണ്ടു, കോപ്പ ഡെൽ റേയിലാണ് മത്സരം നടന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഏകദേശം സെക്കൻഡ് ഡിവിഷനിലോ തേർഡ് ഡിവിഷനിലോ ഒക്കെ കിടക്കുന്ന ഒരു ടീമിന് 17ാം സ്ഥാനത്തുള്ള ഒരു ടീമിനോട് ഈ ഒരു റയൽ പരാജയപ്പെട്ട് ആ ഒരു കോപ്പ ഡെൽ റേ കോമ്പറ്റീഷന് പുറത്താവുന്നത് നമ്മൾ കണ്ടു. ഈ ഒരു അർബിയോളന്റെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇനി വേറൊരു വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് സാബി റയൽ വിട്ടതിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം. ഓക്കെ.